ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മ പൈറോളിസിസ് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വെട്ടി ഒട്ടിച്ചുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി അസംബിൾ ചെയ്യാം. ആദ്യം ഒരു സിലിണ്ടർ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോക്സ് ഉണ്ടാക്കണം. അതാണ് അതിനുള്ള അളവാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ ഞാനത് വെട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലേക്ക് വേണ്ടിയിട്ടും കാർഡ്ബോർഡിൻ്റെ പീസസ് വെച്ച് വെട്ടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 3 സൈഡിലും ഓരോ ഡോറ് പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ തുറക്കാനും അടയ്ക്കാനുള്ള രീതിയിലും പിന്നെ അതിൻ്റെ മുകളിലൊരു കുഴലും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഴൽ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നാണെങ്കിൽ കാർഡ്ബോർഡിൽ നിന്ന് തന്നെ കിട്ടുന്ന പേപ്പർ പോലത്തെ ഭാഗം വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഈ ഡോറിൻ്റെ മുകളിൽ ഓട്ട തുളച്ചിട്ട് അതിൽ ഇറക്കി വയ്ക്കുകയാണ്. പിന്നെ നമ്മളൊരു പ്ലേയിങ് കാർഡ്സ് വേസ്റ്റായി കിടന്നിട്ടുണ്ടായിരുന്ന പ്ലേയിങ് കാർഡ്സ് എടുത്തിട്ട് അതിനും ഇതേപോലെ നടുക്കൊരു ഹോളിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഡോറിൻ്റെ മുകളിൽ എന്തായാലും ഒട്ടിക്കും. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒട്ടിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന രീതിയിൽ ആയി കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ ഒരു കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ആ നേരത്തെ ഉണ്ടായിരുന്ന സിലിണ്ടറിൻ്റെ മുകളിലൊരു കോണും വെട്ടിയിരിക്കണം. ഇനി ഞാൻ ഇതേപോലെ കുറച്ച് കുഴലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ കുഴലിൻ്റെ മുകളിൽ ഇങ്ങനെ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വളച്ച് ഒട്ടിച്ചിട്ട് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മോസ്കിൻ്റെ മുകളിലുള്ള ഡോം പോലെ കിട്ടും. അപ്പോൾ അത് നമുക്ക് നല്ലവണ്ണം പശ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് അതിൻ്റെ ജോയിൻ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയെടുത്ത പേപ്പർ വെച്ചിട്ടുള്ള കുഴലുകൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ പഴയ കലണ്ടർ ഒരേ വലുപ്പത്തിൽ വെട്ടിയെടുത്ത് ഒരു പെൻസിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഉരുട്ടിയെടുക്കുകയാണ്. ഇത് നമുക്ക് കുഴലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഉണ്ടാക്കിയ കുഴലിനേക്കാളും ഡയമീറ്റർ കുറഞ്ഞ കുഴലായിരിക്കും ഇത്. അപ്പം നമ്മൾ ആ പേപ്പർ ഉരുട്ടിയെടുത്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും കറുപ്പ് പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറുപ്പ് പെയിൻ്റ് അടിച്ചതിൻ്റെ മുകളിൽ കൂടെയൊക്കെ സിൽവർ സ്പ്രേ പെയിൻറ്റ് അടിച്ച് അതിൻ്റെ സിൽവർ കളറാക്കി മാറ്റാം.
ഇപ്പം അതാ ഞാനതിൽ സിൽവർ പെയിന്റ് അടിച്ച് എല്ലാതും ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ചെറിയ കുഴലും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ഇതാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ചെറിയ പൈപ്പിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ നേരത്തെ പെൻസിൽ ഉള്ളിൽ വെച്ച് ഉരുട്ടിയെടുത്തതാണ്. അതിന് നമുക്കിനി ആവശ്യത്തിനുള്ള ഷേപ്പിൽ വെട്ടി ഒട്ടിച്ചെടുക്കാം. खत्म, बाय बाय।